സാധാരണക്കാർക്ക് ഒന്നും കിട്ടുന്നില്ലെന്ന് തിരിച്ചറിവ് അവർക്കുണ്ട്. CPM-ന്റെ അണികൾ പോലും അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയത്. പിണറായി വിജയനെ കാണിച്ചിട്ട് എന്താ ജയിക്കാൻ പറ്റാത്തത്? പിണറായി വിജയന്റെ സ്വന്തം നാട്ടില് പിണറായിലെ പാറപ്പുറത്തെ ബൂത്തിൽ പോലും കെ സുധാകരന് 22 വോട്ട് അധികം കിട്ടി. അതായത് പിണറായി വിജയന്റെ അയലക്കാരിൽ 22 പേര്, മാർസിസ്റ്റുകാർ 22 പേര് കെ സുധാകരനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തെന്ന് അതിന്റെ അർത്ഥം. കേരളമെമ്പാടും ഈ ട്രെൻഡുണ്ട്. കോൺഗ്രസ് ജയിക്കും. പിന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന ടീം UDF, ഇത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറയുന്നത്, ഇത് ഒരാളുടെ ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ, ഒറ്റയാൾ പോരാട്ടമല്ല, എല്ലാവരും കൂട്ടായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം. ഈ ജയത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. എന്ന് വെച്ചാൽ ഇത് കോൺഗ്രസിന്റെയോ UDF-ലെ മറ്റു ഘടകകക്ഷികളുടെ മാത്രം വിജയമല്ല. ഇത് പിണറായി വിജയനെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള സർവ്വസാധാരണക്കാരുടെയും വിജയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസ്സുകാരിയിലുണ്ടായ കോൺഗ്രസ്സുകാർ മക്കൾ മാത്രമല്ല നമുക്ക് വോട്ട് ചെയ്തത്, UDF-കാർ മാത്രമല്ല നമുക്ക് വോട്ട് ചെയ്തത്. പുതുപ്പള്ളിയിൽ നമ്മുടെ ഭൂരിപക്ഷം 4 ഇരട്ടിയും, പാലക്കാട് 6 ഇരട്ടിയും, തൃക്കാക്കരയിൽ അത് ഇരട്ടിയും ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ചേലക്കരയിൽ വോട്ട് കുറയുന്നുണ്ടെങ്കിൽ, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും.